Next, we shall discuss about voluntary registration. നമ്മൾ സാധാരണയായിട്ട് രജിസ്ട്രേഷൻ എടുക്കേണ്ടത് സെക്ഷൻ 22 സെക്ഷൻ 24 പ്രകാരം രജിസ്ട്രേഷൻ എടുക്കാൻ ലയബിലിറ്റി ഉള്ള ആളുകളാണ്. സെക്ഷൻ 22 പ്രകാരം എന്താ അതിൻ്റെ ത്രഷോൾഡ് ലിമിറ്റ്? ഒരാളുടെ ആനുവൽ ടേൺ ഓവർ 40 ലക്ഷത്തിന് മുകളിലായി കഴിഞ്ഞാൽ, സ്പെഷ്യൽ കാറ്റഗറിയുള്ള സ്റ്റേറ്റുകളാണെങ്കിൽ 20 ലാക്സിൻ്റെ മുകളിലായി കഴിഞ്ഞാൽ, ഇനി അതല്ല ഒരു വ്യക്തിക്ക് ഒരു സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റിലും മറ്റൊരു ജനറൽ സ്റ്റേറ്റിലും ഉണ്ട് എങ്കിൽ അയാളുടെ ടേൺ ഓവർ 20 കൂടിക്കഴിഞ്ഞാൽ സെക്ഷൻ 22 പ്രകാരം രജിസ്ട്രേഷന് ബാധ്യത ഉണ്ടാകും. ഇനി സെക്ഷൻ 24 എന്ന് പറഞ്ഞാൽ എന്താ, പ്രത്യേക രീതിയിൽ ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കമ്പൽസറി ആയിട്ട് രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. ഈ രണ്ട് വിഭാഗത്തിലും പെടാത്ത ആളുകൾക്ക് വേണമെങ്കിൽ വോളണ്ടറി ആയിട്ട് രജിസ്ട്രേഷൻ എടുക്കാനുള്ള പ്രൊവിഷനുണ്ട്. അത് പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 23 സബ്സെക്ഷൻ 3-ലാണ്. വോളണ്ടറി രജിസ്ട്രേഷൻ അണ്ടർ GST. നമുക്ക് ആ പ്രൊവിഷൻസ് എന്താണെന്ന് നോക്കാം. എ പേഴ്സൺ though not liable to be registered under the Act. Though not liable to be registered under the Act means not liable to be registered under the CGST Act 2017 may get himself registered voluntarily. അയാൾക്ക് വേണമെങ്കിൽ വോളണ്ടറി ആയിട്ട് രജിസ്ട്രേഷൻ എടുക്കാം. And all provisions of this Act, that means all provisions of the CGST Act 2017 as are applicable to a registered person. ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആപ്ലിക്കബിൾ ആകുന്ന രീതിയിൽ CGST ആക്ടിൻ്റെ 2017 എല്ലാ പ്രൊവിഷൻസും ഒരു വോളണ്ടറി രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന വ്യക്തിക്കും ആപ്ലിക്കബിൾ ആയിട്ട് മാറും. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ വോളണ്ടറി രജിസ്ട്രേഷൻ എടുക്കുന്നത്? വോളണ്ടറി രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ ചില പ്രത്യേകമായ ബെനിഫിറ്റുകളുണ്ട്. അതൊക്കെ നമുക്ക് എന്താണെന്ന് നോക്കാം. ബെനിഫിറ്റ്സ് ഓഫ് വോളണ്ടറി രജിസ്ട്രേഷൻ. ലീഗലി നോൺ ആസ് സപ്ലയർ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പം ഒരു വോളണ്ടറി രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ വൺസ് എ പേഴ്സൺ ഗെറ്റ് രജിസ്റ്റേർഡ് അണ്ടർ ദി CGST ആക്ട്, then he will be legally known as a supplier. നിയമപരമായിട്ടൊരു സപ്ലയർ ആയിട്ട് അറിയപ്പെടും. 2, make available of ITC to customers. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇങ്ങനെയുള്ള ഒരു സപ്ലയറിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നവർക്ക് അത് അവൈലബിൾ ആയിരിക്കും. കാരണം രജിസ്റ്റേർഡ് സപ്ലയർ ആണ്. So those who are buying or those who are receiving goods and services from such a supplier is eligible to claim input tax credit. ഇപ്പം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സപ്ലയേഴ്സിന് അവൈലബിൾ ആക്കാൻ അത് സഹായകമാകും. Then 3, they will be more viable than other small scale business. മറ്റ് സ്മോൾ സ്കെയിൽ ബിസിനസ്സുകളെക്കാളും എക്കണോമിക്കലി സ്ട്രോങ് ആയിരിക്കും. Then these persons can take ITC on their purchases. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക്, വോളണ്ടറി രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ പർച്ചേസിൻ്റെ മേൽ റീഫണ്ട് ഓഫ് ടാക്സ് എടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ സാധിക്കും. Then they can craft interstate sale without many restrictions. അതുപോലെ തന്നെ എന്താ, ഇങ്ങനെ വോളണ്ടറി രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ആളുകൾക്ക് മറ്റ് രജിസ്റ്റേർഡ് പേഴ്സൺസിനെ പോലെ തന്നെ ഇൻട്രസ്റ്റേറ്റ് ട്രാൻസാക്ഷൻസും എളുപ്പത്തിൽ നടപ്പിലാക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള ബെനിഫിറ്റുകൾ ഉള്ളത് കൊണ്ടാണ് ചില വ്യക്തികൾ ഈവൻ ദോ ദേ ആർ നോട്ട് ലയബിൾ ടു ഗെറ്റ് രജിസ്റ്റേർഡ് ആസ് പെർ സെക്ഷൻ 22 and 24 they may voluntarily opt for registration. അത് ഈ പ്രത്യേക ബെനിഫിറ്റുകൾ ഉള്ളത് കൊണ്ടാണ്. Then next we shall discuss about deemed registration. Deemed registration എന്താ? രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്നതായിട്ട് കണക്കാക്കപ്പെടുന്നു. ഡീംഡ് രജിസ്ട്രേഷൻ ഇത് സെക്ഷൻ 26-ലാണ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ സെക്ഷൻസും CGST ആക്ട് 2017 സെക്ഷൻസ് ആണ്. അപ്പം ആസ് പെർ സെക്ഷൻ 26, then subsection 1 ഡീംഡ് രജിസ്ട്രേഷന് സെക്ഷൻ 26-ലെ സബ്സെക്ഷൻ 1 പ്രകാരം the grant of registration or the unique identity number, UIN, unique identity number എന്താ,
എംബസിയുമായിട്ട് അല്ലെങ്കിൽ UN ബന്ധപ്പെട്ട ഏജൻസികൾക്കോ അല്ലെങ്കിൽ UN ബന്ധപ്പെട്ട മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ ഒക്കെ കൊടുക്കുന്നതാണ് എന്താണ് UIN, യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ. അണ്ടർ ദി സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആക്ട്, അപ്പം SC/ST ആക്ട് പ്രകാരമോ UTGST ആക്ട് പ്രകാരമോ രജിസ്ട്രേഷൻ ലഭിച്ചിരിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് എന്താണ് CGST ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ ലഭിച്ചിരിക്കുന്നതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അല്ലെങ്കിൽ എന്താ ഡീംഡ് ടു ബി രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട്. ഡീംഡ് ടു ബി രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട് എന്ന് പറഞ്ഞാൽ ഡീംഡ് ടു ബി രജിസ്റ്റേർഡ് അണ്ടർ ദി CGST ആക്ട് 2017. ഇത് ഡീംഡ് രജിസ്ട്രേഷൻ സെക്ഷൻ 26 സബ്സെക്ഷൻ 1 പറഞ്ഞിരിക്കുന്നതാണ്. അപ്പം CGST ആക്ട് പ്രകാരം എടുത്തിരിക്കുന്ന കണക്കാക്കുന്ന എപ്പോഴാണ് SGST ആക്ട് പ്രകാരമോ UTGST ആക്ട് പ്രകാരമോ ഒരു ഡീലർ അല്ലെങ്കിൽ ഒരു വ്യക്തി രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തി CGST ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്നതായിട്ട് കണക്കാക്കപ്പെടും. ഇത് സെക്ഷൻ 26 സബ്സെക്ഷൻ 1 പ്രകാരമാണ്. ഇതിനെങ്കിൽ സെക്ഷൻ 26 സബ്സെക്ഷൻ 2 എന്താ പറയുന്നത് നോക്കാം. എനി റിജക്ഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ, ഇനി രജിസ്ട്രേഷന് വേണ്ടിയുള്ള ഒരു ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഓർ യൂണിക് ഐഡന്റിറ്റി നമ്പർ, രജിസ്ട്രേഷന് വേണ്ടിയോ UIN വേണ്ടി യൂണിക് ഐഡന്റിറ്റി നമ്പറിന് വേണ്ടിയുള്ള ഒരു ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ അണ്ടർ ദി സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആക്ട് ഓർ യൂണിയൻ അല്ലെങ്കിൽ UTGST ആക്ട്, അപ്പം SGST ആക്ട് പ്രകാരമോ UTGST ആക്ട് പ്രകാരമോ രജിസ്ട്രേഷന് വേണ്ടിയുള്ള ഒരു ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് CGST ആക്ട് പ്രകാരം റിജക്ട് ചെയ്യപ്പെട്ടതായിട്ട് കണക്കാക്കപ്പെടും. ഇതാണ് സബ്സെക്ഷൻ 2 പറയുന്നത്. സെക്ഷൻ 26 സബ്സെക്ഷൻ 2 പറയുന്നതാണ്. അപ്പൊ ആപ്ലിക്കേഷൻ എന്താ, ഇത് നമ്മൾ സെക്ഷൻ 26 സബ്സെക്ഷൻ 1 പറയുന്നത് ഒരു വ്യക്തിക്ക് SGST ആക്ട് പ്രകാരമോ UTGST ആക്ട് പ്രകാരമോ രജിസ്ട്രേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ അത് CGST ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ ലഭിച്ചിരിക്കുന്നതായിട്ട് കണക്കാക്കപ്പെടും. He is deemed to be registered under this act. This act എന്ന് പറഞ്ഞാൽ under CGST ആക്ട്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി കഴിഞ്ഞാൽ അത് SGST ആക്ട് പ്രകാരം അല്ലെങ്കിൽ UTGST ആക്ട് പ്രകാരമോ കൊടുത്തിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി കഴിഞ്ഞാൽ അത് CGST ആക്ട് പ്രകാരം റിജക്റ്റ് ആയിരിക്കുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. The next special provision relating to casual taxable person and non-resident taxable person, that is given in section 27 subsection 2. എന്താണ് സ്പെഷ്യൽ പ്രൊവിഷൻ, പ്രത്യേകമായ പ്രൊവിഷൻസ് ഉണ്ട് റിലേറ്റിംഗ് ടു കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ. കാഷ്വൽ ഒക്കേഷണലി അണ്ടർടേക്സ് എ ടാക്സബിൾ സപ്ലൈ, ഒരു കുറെ ചുരുങ്ങിയ കാലത്തേക്ക്. അങ്ങനെ സ്ഥിരമായിട്ട് ഒരു രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ആളല്ല, കാഷ്വലി അണ്ടർടേക്സ് ടാക്സബിൾ സപ്ലൈ. ഇനി അതല്ലെങ്കിൽ എന്താണ് നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ, ഒരു നോൺ റെസിഡന്റ് പേഴ്സൺ ആണ്, ഡീലിങ്സിൽ എന്താണ് അയാൾ ടാക്സ് കൊടുക്കാനുള്ള ബാധ്യത ഉണ്ടായിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളവരുടെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പ്രത്യേക പ്രൊവിഷൻസ് അത് സെക്ഷൻ 27 കൊടുത്തിട്ടുണ്ട്. സെക്ഷൻ 27 സബ്സെക്ഷൻ 1 പ്രകാരം the certificate of registration issued to a casual taxable person, ഒരു കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ഇഷ്യൂ ചെയ്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ or a non-resident taxable person shall be valid for the period specified in the application for registration or 90 days from the effective date of registration, whichever is earlier. വളരെ ക്ലിയർ ആയിട്ട് സബ്സെക്ഷൻ 1 പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒരു കാഷ്വൽ ടാക്സബിൾ പേഴ്സണോ അല്ലെങ്കിൽ നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സണോ ഇഷ്യൂ ചെയ്യപ്പെട്ടിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ അത് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ദിവസം തൊട്ട് 90 ദിവസമോ അല്ലെങ്കിൽ ആപ്ലിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന എത്ര ദിവസമാണോ ഇതിലേതാണോ കുറവ് വരുന്നത് ആ കാലാവധിയിലേക്ക് വാലിഡായിട്ട് കണക്കാക്കപ്പെടും. ഒരു കാഷ്വൽ ടാക്സബിൾ പേഴ്സണായിട്ട് രജിസ്ട്രേഷൻ കിട്ടുന്ന ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന 60 ദിവസമാണ് എങ്കിൽ ഈ 60 ദിവസത്തേക്കായിരിക്കും വാലിഡിറ്റി ഉണ്ടാകുന്നത്. ഇതല്ല
90-ൽ കൂടുതലാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ 90 ദിവസത്തേക്കായിരിക്കും വാലിഡിറ്റി വരുന്നത്, വിച്ച് എവർ ഈസ് ഏർലിയർ. ആൻഡ് സച്ച് പേഴ്സൺ ഷാൽ മേക്ക് ടാക്സബിൾ സപ്ലൈസ് ഓൺലി ആഫ്റ്റർ ദി ഇഷ്യൂവൻസ് ഓഫ് ദി സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികൾ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ലഭിച്ചതിന് ശേഷം മാത്രമേ ടാക്സബിൾ സപ്ലൈ നടത്താൻ പാടുള്ളൂ. ഇത് സെക്ഷൻ 27 സബ്സെക്ഷൻ 1-ൽ പറഞ്ഞിരിക്കുന്നതാണ്. Then section 27 subsection 2 പ്രകാരം a casual taxable person or a non-resident taxable person, ഈ സെക്ഷൻ 27-ൽ പറഞ്ഞിരിക്കുന്നത് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺസിന്റെയും നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺസിന്റെയും രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ സെക്ഷൻ 2-ൽ പറയുന്നത് എന്താണ്? എ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ഓർ നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ ഷാൽ at the time of submission of application for registration under subsection 1 of section 25 make an advance deposit of tax. ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന വ്യക്തി എന്താ പറഞ്ഞിരിക്കുന്നത്? അഡ്വാൻസ് ഡിപ്പോസിറ്റ് ഓഫ് ടാക്സ് നടത്തണം, ഓഫ് ടാക്സ് ഇൻ ആൻ എമൗണ്ട് equivalent to the estimated tax liability of such person for the period for which registration is sought. അപ്പം രജിസ്ട്രേഷൻ ആവശ്യമായിരിക്കുന്ന അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ആവശ്യപ്പെട്ടിരിക്കുന്ന ആ കാലാവധിയിൽ എത്രമാത്രം ടാക്സ് ലയബിലിറ്റി ഉണ്ടാകാമെന്ന് എസ്റ്റിമേറ്റ് ചെയ്തിട്ട് അത് മുമ്പേ തന്നെ ഡിപ്പോസിറ്റ് ആയിട്ട് കൊടുത്തിരിക്കണം. രജിസ്ട്രേഷൻ കിട്ടുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ രജിസ്ട്രേഷന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു എസ്റ്റിമേറ്റഡ് എമൗണ്ട് ഡിപ്പോസിറ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്തിരിക്കണം. Then subsection 3, the amount deposited under subsection 2 shall be credited to the electronic cash ledger. അപ്പം സബ്സെക്ഷൻ 2 പ്രകാരം അല്ലെങ്കിൽ ആ എസ്റ്റിമേറ്റ് ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് ആ വ്യക്തിയുടെ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയും and shall be utilized in the manner provided under section 49. ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ അത് ക്രെഡിറ്റ് ചെയ്യുകയും ആ എമൗണ്ട് സെക്ഷൻ 14 പറഞ്ഞിരിക്കുന്ന പ്രകാരം വിനിയോഗിക്കുകയും ചെയ്യാം. ഇത് സ്പെഷ്യൽ പ്രൊവിഷൻസ് ആണ് റിഗാർഡിംഗ് രജിസ്ട്രേഷൻ ഓഫ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺസ് ആൻഡ് നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺസ്. Next we shall discuss about the CGST rule 13. CGST rule 13 എന്താ പറയുന്നത്? രജിസ്ട്രേഷൻ ഓഫ് നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ. നമ്മൾ സെക്ഷൻ 27 പറഞ്ഞിരിക്കുന്ന പ്രത്യേക പ്രൊവിഷൻസ് ആണ്. അപ്പം കാഷ്വൽ ടാക്സബിൾ പേഴ്സൺസിന്റെയും നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺസിന്റെയും രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേക പ്രൊവിഷൻസ് ആണ് സെക്ഷൻ 27 പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ സെക്ഷൻ 27 പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള ഒരു രജിസ്ട്രേഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ പർട്ടിക്കുലർ റൂൾ എവിടെയാ വരുന്നത്? CGST റൂൾ 13 CGST റൂൾ 13 രജിസ്ട്രേഷൻ ഓഫ് നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ. അപ്പോൾ ഒരു നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സന്റെ രജിസ്ട്രേഷൻ ഫോർമാലിറ്റീസ് എന്തൊക്കെയാണ്? അത് റൂൾ 13 സബ് റൂൾ 1, എ നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ ഷാൽ ഇലക്ട്രോണിക്കലി സബ്മിറ്റ്. അപ്പം CGST rule 13 sub rule 1 പ്രകാരം a non-resident taxable person shall electronically submit an application along with a valid passport, then for registration duly signed. അപ്പം പാസ്പോർട്ടിന്റെ കോപ്പി, വാലിഡ് പാസ്പോർട്ട്, ദെൻ രജിസ്ട്രേഷൻ സമയത്ത് ഇലക്ട്രോണിക് ആയിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ പാസ്പോർട്ട്, വാലിഡ് പാസ്പോർട്ടിന്റെ കോപ്പി സബ്മിറ്റ് ചെയ്തിരിക്കണം. അതുപോലെ ആപ്ലിക്കേഷൻ കൃത്യമായിട്ട് സൈൻ ചെയ്തിരിക്കണം. കൊടുക്കേണ്ട ഫോം എന്താണെന്ന് പറയുന്നുണ്ട്, ഇൻഫോം GST രജിസ്ട്രേഷൻ 09. അപ്പം നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺസ് രജിസ്ട്രേഷന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് GST രജിസ്ട്രേഷന് വേണ്ടിയുള്ള ഫോം GST രജിസ്ട്രേഷൻ 09 പ്രകാരമാണ്. ദെൻ അറ്റ്ലീസ്റ്റ് 5 days prior to the commencement of business. അപ്പം ഇയാൾ ഈ ബിസിനസ് അല്ലെങ്കിൽ ടാക്സബിൾ ബിസിനസ് ആരംഭിക്കുന്നതിന് 5 ദിവസം മുമ്പ് കോമൺ പോർട്ടലിൽ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കണം. അതായത് ഡയറക്ട്ലി ഓർ ത്രൂ എ ഫെസിലിറ്റേഷൻ സെന്റർ നോട്ടിഫൈഡ് ബൈ ദി കമ്മീഷണർ. ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ഇങ്ങനെയുള്ള നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സണ് നേരിട്ടോ ഇലക്ട്രോണിക്കിൽ സബ്മിറ്റ് ചെയ്യാം, കോമൺ പോർട്ടലിൽ ഇയാൾക്ക് നേരിട്ട് സബ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കമ്മീഷണർ നോട്ടിഫൈ ചെയ്തിരിക്കുന്ന ഒരു ഫെസിലിറ്റേഷൻ സെന്റർ മുഖാന്തരം സബ്മിറ്റ് ചെയ്യാം. ഇത് റൂൾ 13 സബ് റൂൾ 1 ആണ്.
Then again, CGST Rule 13 Sub-Rule 2. A person applying for registration as a non-resident taxable person shall be given a temporary reference number. അപ്പം ഒരു നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ ആയിട്ട് രജിസ്ട്രേഷന് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന വ്യക്തിക്ക് ഒരു ടെമ്പററി രജിസ്ട്രേഷൻ നമ്പർ കൊടുത്തിരിക്കണം ബൈ ദി കോമൺ പോർട്ടൽ. അപ്പോൾ ആ കോമൺ പോർട്ടലിൽ നിന്നും ഒരു താൽക്കാലികമായ രജിസ്ട്രേഷൻ നമ്പർ കിട്ടും. ടെമ്പററി റെഫറൻസ് നമ്പർ ആണ് കിട്ടുന്നത്. അപ്പം ടെമ്പററി റെഫറൻസ് നമ്പർ കിട്ടും കോമൺ പോർട്ടലിൽ നിന്നും. ഈ റെഫറൻസ് നമ്പർ ഉപയോഗിച്ച് വേണം അഡ്വാൻസ് ഡിപ്പോസിറ്റ് ഓഫ് ടാക്സ് നടപ്പിലാക്കുന്നതിന്. അപ്പം അഡ്വാൻസ് ഡിപ്പോസിറ്റ് ഓഫ് ടാക്സ് ഈ റെഫറൻസ് നമ്പർ ഉപയോഗിച്ച് ഡിപ്പോസിറ്റ് ചെയ്യാം. Then 3. The person applying for registration shall make an advance deposit of tax in an amount equivalent to the estimated tax. അപ്പോൾ എന്താ, ഇയാളുടെ ആ ടാക്സബിൾ സപ്ലൈയുടെ കാലാവധി, ആ കാലാവധിക്കുള്ളിൽ ഉണ്ടായേക്കാവുന്ന ടാക്സ് ലയബിലിറ്റി എസ്റ്റിമേറ്റ് ചെയ്ത് ആ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്ന തുകയ്ക്ക് ഇക്വിവലന്റ് ആയിരിക്കുന്ന ഒരു എമൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്യണം ആപ്ലിക്കേഷൻ മുമ്പ് തന്നെ. ഒരു നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ആ എസ്റ്റിമേറ്റ് ആയിട്ടുള്ള ടാക്സ് ഡിപ്പോസിറ്റ് ചെയ്യണം. Then for the period for registration is sought. Then sub-rule 4. The provisions concerning to verification and award of registration shall be applicable in this case also. മറ്റ് രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ 22 പ്രകാരമോ അല്ലെങ്കിൽ 24 പ്രകാരമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സെക്ഷനോ റൂൾ പ്രകാരമുള്ള ആപ്ലിക്കേഷൻ്റെ വേരിഫിക്കേഷനൊക്കെ ആയിട്ടുള്ള അതേ പ്രൊവിഷൻസ് എല്ലാം തന്നെ ആ വേരിഫിക്കേഷനും അവാർഡ് ഓഫ് രജിസ്ട്രേഷനും ഈ കാര്യത്തിലും ആപ്ലിക്കബിൾ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സന്റെ കാര്യത്തിലും എല്ലാ റൂൾസും എല്ലാ പ്രൊവിഷൻസും ആപ്ലിക്കബിൾ ആയിരിക്കും. Then CGST Rule 13 Sub-Rule 5. Application for registration prepared by a non-resident taxable person. ഇനി രജിസ്ട്രേഷന് വേണ്ടി ഒരു നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ ആപ്ലിക്കേഷൻ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ that shall be signed by his approved signatory. ആ നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സന്റെ അംഗീകൃതമായ സിഗ്നേച്ചറി, ഇന്ത്യയിൽ ഉള്ള അപ്രൂവ്ഡ് സിഗ്നേച്ചറി, who shall be a person resident in India having legitimate PAN. ഇന്ത്യയിൽ അയാളുടെ ഒഫീഷ്യൽ സിഗ്നേച്ചറി അല്ലെങ്കിൽ അയാളുടെ ഒഫീഷ്യൽ ഏജന്റ് ഇന്ത്യയിൽ ഒരു ലെജിറ്റിമേറ്റ് പാൻ നമ്പറുള്ള പെർമനന്റ് അക്കൗണ്ട് നമ്പറുള്ള ഒരു വ്യക്തിയായിരിക്കണം. ആ റൂൾ എന്താ പറയുന്നത്? ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ പ്രിപ്പയർഡ് ബൈ എ നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ. ഒരു നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ ഒരു ആപ്ലിക്കേഷൻ തയ്യാറാക്കുകയാണെങ്കിൽ that application shall be signed by his approved signatory. ആ നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സന്റെ അപ്രൂവ്ഡ് സിഗ്നേച്ചർ ആപ്ലിക്കേഷനിൽ ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള അപ്രൂവ്ഡ് സിഗ്നേച്ചറി ആരായിരിക്കണം എന്ന് പറയുന്നത്? who shall be a person resident in India. അപ്പൊ അപ്രൂവ്ഡ് സിഗ്നേച്ചർ ഇന്ത്യൻ റെസിഡന്റ് ആയിരിക്കണം. അദ്ദേഹത്തിന് ഒരു വാലിഡ് പാൻ നമ്പർ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ആ ആപ്ലിക്കേഷൻ ഒരു വാലിഡ് ആപ്ലിക്കേഷനായിട്ട് കണക്കാക്കുകയും രജിസ്ട്രേഷൻ ലഭിക്കുകയുമുള്ളൂ. ഇത് CGST റൂൾ 13 പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് CGST റൂൾ 16. CGST റൂൾ 16 is concerned suo motu registration. suo motu registration എന്താണ്? മീനിങ് ഓൺ ഇറ്റ്സ് ഓൺ മോഷൻ ഓർ വോളണ്ടറിലി. വോളണ്ടറി ആയിട്ട് പ്രോപ്പർ ഓഫീസർ, കൺസേൺഡ് ഓഫീസർ രജിസ്ട്രേഷൻ കൊടുക്കുക ചെയ്യുന്നത്. അവിടെ ആ വ്യക്തിയുടെ ആപ്ലിക്കേഷൻ പ്രകാരമല്ല, അതിൻ്റെ ഒരു CGSTയുടെ അല്ലെങ്കിൽ GSTയുടെ ഒരു കൺസേൺഡ് ഓഫീസർ, പ്രോപ്പർ ഓഫീസർ ഒരു എൻക്വയറിയുടെ ഭാഗമായിട്ടോ സർവേയുടെ ഭാഗമായിട്ടോ ഇൻസ്പെക്ഷന്റെ ഭാഗമായിട്ടോ ഈ പ്രോപ്പർ ഓഫീസർക്ക് ബോധ്യപ്പെടുകയാണ് ഒരു പർട്ടിക്കുലർ വ്യക്തിക്ക് രജിസ്ട്രേഷൻ ആവശ്യമുണ്ട്, ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു വ്യക്തി എന്താ ഈസ് ലയബിൾ ടു ബി രജിസ്റ്റേർഡ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ സുവോ മോട്ടോ രജിസ്ട്രേഷൻ ആ വ്യക്തിക്ക് കൊടുക്കും. അപ്പം അത് റൂൾ 16 പ്രകാരമാണ്. ദി പ്രോപ്പർ ഓഫീസർ ദി പ്രോപ്പർ ഓഫീസർ അണ്ടർ CGST Act 2017
In certain cases, may register person under suo motu as per Rule 16 of the CGST Act 2017. സോ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രോപ്പർ ഓഫീസർ ഒരു വ്യക്തിയെ രജിസ്ട്രേഡ് പേഴ്സണായിട്ട് കണക്കാക്കും, രജിസ്ട്രേഡ് പേഴ്സണെ രജിസ്റ്റർ ചെയ്യും. സുവോ മോട്ടോ, ഇപ്പം രജിസ്ട്രേഡ് ഓഫീസർ അയാളുടെ ഇനിഷ്യേറ്റീവിൽ ഒരു വ്യക്തി രജിസ്ട്രേഷൻ കൊടുക്കുന്നു. ആസ് പെർ റൂൾ 16 ഓഫ് CGST Act 2017. The below mentioned are various sub rules concerned with this. ഇതിന് സബ് റൂൾസ് ഉണ്ട്. ഇതിന്റെ മെയിൻ റൂൾ CGST റൂൾ 16 ആണ്. CGST റൂൾ 16 deals with suo motu registration. Then rule 16 sub rule 1, where pursuant to any survey, ഏതെങ്കിലും സർവേയുടെ ഭാഗമായിട്ടോ എൻക്വയറി, ഇൻസ്പെക്ഷൻ, സെർച്ച് ഓർ എനി അതർ പ്രൊസീഡിംഗ്സ് അണ്ടർ ദി ആക്ട്, CGST ആക്ട് പ്രകാരം ഒരു സർവേ നടത്തുകയാണ്, അല്ലെങ്കിൽ ഒരു എൻക്വയറി നടത്തുന്നു, ഇൻസ്പെക്ഷൻ നടത്തുന്നു, അല്ലെങ്കിൽ സെർച്ച് നടത്തുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റി നടത്തി കഴിയുമ്പോൾ ദി പ്രോപ്പർ ഓഫീസർ ഫൈൻഡ്സ് ദാറ്റ് a person liable to registration of the act has failed to apply for such registration. എന്താ a person liable for registration, രജിസ്ട്രേഷൻ എടുക്കാൻ ലയബിലിറ്റി ഉള്ള ഒരു വ്യക്തി രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല, fail to apply for registration, but he is liable to get registration in the view അല്ലെങ്കിൽ in the opinion of the proper officer. പ്രോപ്പർ ഓഫീസറിന്റെ ഒപ്പീനിയൻ പ്രകാരം ഒരു വ്യക്തിക്ക് എന്താ രജിസ്ട്രേഷൻ എടുക്കാനുള്ള ലയബിലിറ്റി ഉണ്ട്, പക്ഷെ ആ വ്യക്തി രജിസ്ട്രേഷന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല എങ്കിൽ such officer may register the such person on a temporary basis and issue an order in form GST registration 11. പ്രോപ്പർ ഓഫീസർ വേണമെങ്കിൽ എന്താ ആ വ്യക്തിക്ക് ഒരു താൽക്കാലിക രജിസ്ട്രേഷൻ കൊടുക്കാം. സുവോ മോട്ടോ ആയിട്ട് രജിസ്ട്രേഷൻ കൊടുക്കുന്നു. രജിസ്ട്രേഷൻ GST 11 ഫോമിലാണ് കൊടുക്കുന്നത്. Then the registration which are granted shall be effective from the date of order granting registration. ഇങ്ങനെ കൊടുക്കുന്ന രജിസ്ട്രേഷൻ, ഈ രജിസ്ട്രേഷൻ ഗ്രാൻഡ് ചെയ്ത് കൊണ്ടുള്ള ഓർഡർ ഇഷ്യൂ ചെയ്യുന്ന ആ ദിവസം തൊട്ട് പ്രാബല്യത്തിൽ വരും. അതാണ് അതിന്റെ പ്രത്യേകത. Then sub-rule 3, every person to whom a temporary registration has been granted under sub-rule 1. സബ്-റൂൾ 1 എന്താ പറയുന്നത്? ഒരു പ്രോപ്പർ ഓഫീസർ CGST ആക്ടിന്റെ കീഴിൽ വരുന്ന എന്തെങ്കിലും ഒരു സർവേയോ എൻക്വയറിയോ അല്ലെങ്കിൽ സെർച്ചോ പ്രകാരം, ഒരു പ്രൊസീഡിങ്സ് പ്രകാരം പ്രോപ്പർ ഓഫീസർക്ക് തോന്നുകയാണ് ഒരു പർട്ടിക്കുലർ വ്യക്തിക്ക് രജിസ്ട്രേഷൻ എടുക്കാനുള്ള ലയബിലിറ്റി ഉണ്ട്, പക്ഷെ അയാൾ രജിസ്ട്രേഷൻ എടുത്തിട്ടില്ല. അങ്ങനെ വരുന്ന കേസിൽ വേണമെങ്കിൽ പ്രോപ്പർ ഓഫീസർക്ക് എന്താണ് സുവോ മോട്ടോ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാം. ഇങ്ങനെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഓർഡർ ഷുഡ് ബി ഇഷ്യൂഡ് ഇൻ ഫോം GST രജിസ്ട്രേഷൻ 11. ഇനി ഇങ്ങനെ രജിസ്ട്രേഷൻ കൊടുക്കുകയാണെങ്കിൽ ആ രജിസ്ട്രേഷൻ ഇഷ്യൂ ചെയ്യുന്ന ആ പർട്ടിക്കുലർ ഡേറ്റ് വെച്ച് തന്നെ വേണം അത് പ്രാബല്യത്തിലാകുന്നതായിട്ട് കണക്കാക്കാനായിട്ട്. Then sub-rule 3, every person to whom a temporary registration has been granted under sub-rule 1 shall within 90 days from the date of the grant of such registration. അപ്പം സുവോ മോട്ടോ ആയിട്ട് പ്രോപ്പർ ഓഫീസർ ഒരാൾക്ക് രജിസ്ട്രേഷൻ ഇഷ്യൂ ചെയ്തു കഴിഞ്ഞാൽ, അങ്ങനെ രജിസ്ട്രേഷൻ കിട്ടിയിരിക്കുന്നയാൾ ആ രജിസ്ട്രേഷൻ കിട്ടി 90 ദിവസത്തിനകം, within 90 days from the date of grant of such registration, submit an application for registration in form and manner provided in Rule 1 or Rule 5, unless such person has filed an appeal against the grant of temporary registration. ഇങ്ങനെ സുവോ മോട്ടോ ആയിട്ടൊരു വ്യക്തിക്ക് പ്രോപ്പർ ഓഫീസർ രജിസ്ട്രേഷൻ ഇഷ്യൂ ചെയ്തു കഴിഞ്ഞാൽ ആ രജിസ്ട്രേഷൻ കിട്ടി 90 ദിവസത്തിനകം, പറഞ്ഞിരിക്കുന്നത് എന്താണ്, റൂൾ 1 പ്രകാരമോ റൂൾ 5 പ്രകാരമോ രജിസ്ട്രേഷന് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തിരിക്കണം. അതിന് കണ്ടീഷൻ പറയുന്നുണ്ട്. പറഞ്ഞിരിക്കുന്നത് എന്താണ്, അൺലെസ് ദി സബ് പേഴ്സൺ ഹാസ് ഫൈൽഡ് ആൻ അപ്പീൽ അഗൈൻസ്റ്റ് ഗ്രാന്റ് ഓഫ് ടെമ്പററി രജിസ്ട്രേഷൻ. അപ്പം ഒരു അപ്പീൽ ഫയൽ ചെയ്തിരിക്കുന്നു അപ്പലേറ്റ് അതോറിറ്റി, GST അപ്പലേറ്റ് അതോറിറ്റിയുടെ അടുത്ത്
ഇങ്ങനെ ഒരു രജിസ്ട്രേഷൻ സുവോമോട്ടോ ആയിട്ട് പ്രോപ്പർ ഓഫീസർ ഗ്രാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെതിരായിട്ട് അപ്പീൽ ഫയൽ ചെയ്തിരിക്കണം. അങ്ങനെ ഫയൽ ചെയ്യുന്നില്ല എങ്കിൽ ഈ രജിസ്ട്രേഷൻ കിട്ടി 90 ദിവസത്തിനകം ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഹാസ് ടു ബി സബ്മിറ്റഡ്. Then in which case the application for registration shall be submitted within 30 days from the date of issuance of the order upholding the liability of registration by the appellate authority. വീണ്ടും പറഞ്ഞിരിക്കുന്നത് എന്താ? ഈ അപ്പലേറ്റ് അതോറിറ്റി രജിസ്ട്രേഷൻ എടുക്കാനുള്ള ലയബിലിറ്റി അപ്ഹോൾഡ് ചെയ്യുകയാണ് എങ്കിൽ സുവോമോട്ടോ ആയിട്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്ന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനെതിരെ ദി കൺസേൺ പേഴ്സൺ ഹാസ് ഗോൺ ഫോർ അപ്പീൽ. അപ്പീൽ കൊടുത്തു, അപ്പലേറ്റ് അതോറിറ്റിയുടെ അപ്പീൽ കൊടുത്തു. ഇയാൾ കൊടുത്തിരിക്കുന്ന അപ്പീൽ അംഗീകരിക്കുന്നില്ല, അത് തള്ളപ്പെടുകയാണ് എങ്കിൽ, അങ്ങനെ അപ്പീൽ തള്ളപ്പെട്ട് കഴിഞ്ഞാൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 90 ദിവസത്തിനകം രജിസ്ട്രേഷന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കണം. Then 4 sub rule 4 പറയുന്നത് the provisions relating to the verification and issue of certificate of registration shall the provisions relating to verification and issue of certificate of registration shall then mutandis and mutandis apply to an application submitted under sub rule 3. ഈ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻസ് എല്ലാം തന്നെ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയതിനു ശേഷം മുട്ടാൻഡീസ് ആൻഡ് മുട്ടാൻഡീസ് പറയുന്നത് എന്താ? ഇതൊരു ലാറ്റിൻ ഫ്രേസ് ആണ്. അതിന്റെ മീനിങ് വൺസ് ദി നെസസറി ചേഞ്ചസ് ഹാവ് ബീൻ മെയ്ഡ്, ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയതിനു ശേഷം സബ്മിറ്റഡ് അണ്ടർ സബ് റൂൾ 3. വെരിഫിക്കേഷന് വേണ്ടി നമ്മൾ ആ സബ് റൂൾ 3 പ്രകാരം വീണ്ടും സബ്മിറ്റ് ചെയ്യണം. റൂൾ 3 പ്രകാരം എന്താ പറയുന്നത്? ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് സുവോമോട്ടോ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ രജിസ്ട്രേഷൻ കിട്ടി 90 ദിവസത്തിനകം ഇങ്ങനെ രജിസ്ട്രേഷൻ കിട്ടുന്നയാൾ കൊടുക്കണം, അല്ലെങ്കിൽ അപ്പീൽ കൊടുക്കണം. അപ്പീൽ തള്ളപ്പെടുകയാണെങ്കിലും വിതിൻ 9 days he shall submit an application. ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാവാം. Then the GST identification number assigned shall be effective from the date of order granting registration to the person. ഈ GST identification number assigned, ഇയാൾക്ക് അസൈൻ ചെയ്തിരിക്കുന്ന നമ്പർ shall be effective from the date of order granting registration to the person. അങ്ങനെ ആ വ്യക്തിക്ക് രജിസ്ട്രേഷൻ ഓർഡർ കൊടുത്തിരിക്കുന്ന ആ ദിവസം മുതൽ GST ഐഡന്റിഫിക്കേഷൻ നമ്പർ പ്രാബല്യത്തിൽ വരും. ഇത്രയും കാര്യങ്ങൾ CGST റൂൾ 16 പറഞ്ഞിരിക്കുന്നതാണ്. CGST റൂൾ 16 is relating to സുവോമോട്ടോ രജിസ്ട്രേഷൻ. പ്രോപ്പർ ഓഫീസർ അയാളുടെ ഇൻസ്പെക്ഷന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സർവേയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ CGST ആയിട്ട് പ്രകാരമുള്ള എന്തെങ്കിലും നടപടിക്രമത്തിന്റെ ഭാഗമായിട്ട് ഒരു വ്യക്തിക്ക് രജിസ്ട്രേഷൻ എടുക്കാനുള്ള ലയബിലിറ്റി ഉണ്ട്. അയാൾ രജിസ്ട്രേഷനുടെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല എങ്കിൽ ആ വ്യക്തിക്ക് സുവോമോട്ടോ ആയിട്ട് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട റൂൾസാണ് നമുക്ക് CGST റൂൾ 16 പറഞ്ഞിരിക്കുന്നത്.